ഇപ്പോൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് സെയിൽസിന് വേണ്ടിയിട്ട് ഫീൽഡിൽ പോകുന്ന സ്റ്റാഫിനെ ഒരു ഉച്ചയാകുമ്പോൾ ബോസ് വിളിക്കുകയാണ്. എന്തായി, ഇന്നത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തോ, എത്ര ഷോപ്പുകളിൽ കയറി, എത്ര സെയിൽ നടന്നു, ഉച്ചയാകുമ്പോഴേക്ക് വിളിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും വിളിക്കുകയാണ്, ഇന്നത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തോ. ആക്ച്വലി ഒരു വീക്കിലേക്കാണ് ടാർഗറ്റ് ഉള്ളത്, പക്ഷേ ഇയാൾ ഉച്ചയാകുമ്പോഴും വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ അഡോളസൻ കുട്ടികൾ അല്ലെങ്കിൽ യൂത്ത് പലപ്പോഴും ഒഴിഞ്ഞു മാറുന്നത് ഇങ്ങനെയുള്ള തന്തവൈബുകളിൽ നിന്നാണ്. ഒന്ന് നോക്കൂ, ഈ ആറ്റിറ്റ്യൂഡിനെ വിളിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു പദം പോലും അവർ കണ്ടെത്തി കഴിഞ്ഞു, തന്തവൈബ്. എവിടെ തന്തവൈബ് അടിച്ചോ അവിടുന്ന് മാറണം എന്നാണ് അവർ കരുതുന്നത്. ഇപ്പോൾ എറണാകുളത്ത് ഊബറിൽ യാത്ര ചെയ്തപ്പോൾ നിലമ്പൂരുള്ളൊരു പയ്യൻ ആയിരുന്നു ഡ്രൈവർ, ഒരു 22-24 വയസ്സിന് താഴെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഭയങ്കര നല്ല, അപ്പോൾ റേറ്റിംഗ് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് പുള്ളിയുടെ ഡ്രൈവിങ്ങിന് എല്ലാവരും 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഇട്ടു. അപ്പോൾ എന്നാൽ പിന്നെ മോഹൻലാലിനെ കുറിച്ച് പരിചയപ്പെട്ടു. മാരുതിയുടെ ഷോറൂമിൽ 4-5 വർഷം നിന്ന് ഒരു 2-3 ഇയേഴ്സ് കൂടെ നിന്നിരുന്നെങ്കിൽ മാനേജർ ലെവലിലേക്ക് പ്രൊമോഷൻ ആകുന്ന സമയത്ത് ആളവിടുന്ന് കിറ്റ് ചെയ്തെന്ന് മാത്രമല്ല, ആളെ കിറ്റ് ചെയ്ത കാര്യം വീട്ടിലൊന്നും അറിയിച്ചിട്ടില്ല. ഈ റെസ്പെക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാൾ മുതിർന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ടതാണ്. എങ്ങനെയാണ് ഒരാൾ മുതിർന്ന ആളാവുക? പ്രായം കൊണ്ട്, പദവി കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, സമൂഹത്തിലെ പൊസിഷനിങ് കൊണ്ടൊക്കെ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ബഹുമാനം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ പുതിയ തലമുറ മനസ്സിലാക്കുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റാണ് ഉണ്ടാവേണ്ടത്. ഒരാളെ ബഹുമാനിക്കേണ്ടത് അയാളൊരു പദവിയിൽ മുകളിലിരിക്കുന്ന ആളാണോ എന്നതുകൊണ്ടല്ല, ഒരു മനുഷ്യൻ എന്ന നിലക്കുള്ള ബഹുമാനമാണ് പരസ്പരം കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്ന ഒരു തലമുറയാണ് ഇവിടെ ഉള്ളത്. ഹായ് നമ്മൾ ഇപ്പോഴും കേൾക്കാറുള്ളതാണ്, പുതിയ തലമുറക്കാരാണ് ടോട്ടൽ പ്രശ്നക്കാർ. അവരൊരു സ്ഥലത്ത് ജോലിക്ക് കയറിയാൽ അവർ പിടിച്ചു നിൽക്കില്ല, അവർ പെട്ടെന്ന് ഇട്ടിട്ട് പോകും. അവരോട് സംസാരിച്ച് നോക്കിയാൽ അവർ പറയുന്നത് ഞങ്ങളാരും മനസ്സിലാക്കുന്നില്ല, ഞങ്ങളാരും അങ്ങോട്ട് അംഗീകരിക്കുന്നില്ല, ഞങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സ്പേസ് ഇല്ല. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് നമുക്കിന്ന് ജോലി സ്ഥലത്തും കമ്പനീസിലും എവിടെയും കാണാൻ കഴിയും. ഇപ്പോൾ സെയിൽസിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് സംസാരിക്കാനും നല്ല കപ്പാസിറ്റിക്കുള്ള സെയിൽസ്മാൻമാരൊക്കെ ഉണ്ടാകും. പക്ഷെ അവർ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ ആ ഷോപ്പിലേക്ക് വന്നാൽ അവരെ കാണാൻ ഉണ്ടാവില്ല, അവിടെ പുതിയ ആളായിരിക്കും ഉണ്ടാവുക. ഇതിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തായിരിക്കും അതിനൊരു കാരണം? ഞാനും കേട്ടിട്ടുണ്ട് ഇക്കാര്യം. എന്നോട് ഒരു സ്ഥാപനത്തിൻ്റെ മാനേജർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹയറിങ്ങിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കൊരു 28 മുകളിലുള്ള ആൾക്കാരെ മതി എന്ന് പറയുന്നുണ്ട്, ചെറിയ പിള്ളേരെ വേണ്ട എന്ന് പറയുന്നത്. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് പുതിയ കുട്ടികൾക്ക് കമ്മിറ്റ്മെൻറ്റ് കുറവാണ്, അവർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല, അവർ 1-2 മാസം നിന്നിട്ട് അവർ ജോലി ഉപേക്ഷിച്ച് പോകും, അവർക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവർ നിൽക്കാത്തതെന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നത് വസ്തുത അങ്ങനെ അല്ല എന്നുള്ളതാണ്. കാരണം പുതിയ തലമുറ നല്ല തിരിച്ചറിവുള്ള കുട്ടികളാണ്. അവർക്ക് അവരുടെ ഇൻഡിവിജ്വൽ സ്പേസിനെ പറ്റി നല്ല ധാരണയുണ്ട്. മെൻ്റൽ ഹെൽത്തിനെ പറ്റിയൊക്കെ നല്ല അവയർനെസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ കുട്ടികൾ പറയുന്ന, പുതിയ തലമുറയിലെ ആളുകൾ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ബോസ് വളരെ ടോക്സിക്കാണ്, അല്ലെങ്കിൽ ആ എൻവയോൺമെൻറ്റ് വളരെ ടോക്സിക്കാണ്, നമുക്ക് അവിടെ അധികം നിൽക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് കാരണത്താലാണ് അവർ പലപ്പോഴും ഇത് ഉപേക്ഷിച്ച് പോകുന്നത്. അപ്പോൾ ഈ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പുതിയ തലമുറ ഇല്ലാത്ത ഒരു വർക്ക് സ്പേസിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒട്ടും ഇന്നവേറ്റീവ് അല്ലാത്തൊരു സ്പേസ് ആയിരിക്കും ഇത്. പുതിയ ചിന്തകളും പുതിയ ആശയങ്ങളും ഒന്നും ഉണ്ടാവില്ല. എന്നാലാവട്ടെ നമ്മുടെ സമൂഹത്തിലൊരു ഏറ്റവും കൂടുതൽ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ളത് ഈ വരുന്ന ജനറേഷനാണ്. ആ ജനറേഷനെ പൂർണ്ണമായും അകറ്റി നിർത്തിയിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ പുതിയ തലമുറ അവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് നമ്മളെ പഴയ സ്ട്രാറ്റജീസ് പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മൾ മുമ്പൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഒരാളെ വർക്ക് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ, അയാളെ കൊണ്ട് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടൊരു കാര്യം ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ പിന്നാലെ കൂടണം, അയാളെ കൃത്യമായി മോണിറ്റർ ചെയ്യണം, എന്ത് കുഴപ്പം എവിടെയാണ് അയാൾ വരുത്തുന്നത് അതൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ആളുകളെ നിരന്തരം ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും, അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, അവരെ അച്ചീവ് ചെയ്യാത്തത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പുതിയ തലമുറക്ക് സഹിക്കില്ല. അവരെ കുറ്റപ്പെടുത്തുന്നത് അവരൊരു നിലക്കും ടോളറേറ്റ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ തലമുറയിലെ ആൾക്കാർ മനസ്സിലാക്കിയിരുന്നത് ഈ റെസ്പെക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാൾ മുതിർന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ടതാണ്. എങ്ങനെയാണ് ഒരാൾ മുതിർന്ന ആളാവുക? പ്രായം കൊണ്ട്, പദവി കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, സമൂഹത്തിലെ പൊസിഷനിങ് കൊണ്ടൊക്കെ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ബഹുമാനം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ പുതിയ തലമുറ മനസ്സിലാക്കുന്നത്
മ്യൂച്വൽ റെസ്പെക്റ്റാണ് ഉണ്ടാവേണ്ടത്. ഒരാളെ ബഹുമാനിക്കേണ്ടത് അയാളൊരു പദവിയിൽ മുകളിലിരിക്കുന്ന ആളാണോ എന്നതുകൊണ്ടല്ല, ഒരു മനുഷ്യൻ എന്ന നിലക്കുള്ള ബഹുമാനമാണ് പരസ്പരം കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്ന ഒരു തലമുറയാണ് ഇവിടെ ഉള്ളത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളവരെ ബ്ലെയിം ചെയ്യുമ്പോൾ അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് അവർ മനസ്സിലാക്കും. അന്ന് മാത്രമല്ല, ഒരാളെ ബ്ലെയിം ചെയ്യുമ്പോൾ നമ്മൾ ലേണിങ്ങിനുള്ളൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം, എൻ്റെ അടുത്ത് ഒരു ക്ലയൻറ്റ് പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് ഫീൽഡിൽ ധാരാളം സ്റ്റാഫ് ഉണ്ട്. അവരുടെ ഒരു പ്രോഗ്രാമിൻ്റെ മാർക്കറ്റിംഗ് നടക്കുന്നത് സ്കൂളുകളിൽ ഫ്രീ സെഷൻസ് ഓഫർ ചെയ്ത് അതിലൂടെയാണ് അവരിങ്ങനെ അവരുടെ എന്താ പറയുക വിസിബിലിറ്റിയും അതുപോലെ അവരുടെ ഇമ്പോർട്ടൻസും ഒക്കെ ആളുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്കൂളുകളിൽ കയറി ഇറങ്ങി ഫ്രീ സെഷൻസ് ചെയ്യാനുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫീൽഡിലുള്ള സ്റ്റാഫിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ അദ്ദേഹം ഒരു മാസത്തെ ഒരു എത്ര സെഷൻസ് അവർക്ക് ഒരു മാസത്തിൽ വന്നു എന്നുള്ളത് പരിശോധിക്കുന്ന സമയത്ത് ഒരു 10% മാത്രമേ റിസൾട്ട് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അയാൾ പലപ്പോഴും സ്റ്റാഫിനെ വിളിച്ചിട്ട് അവരോട് പറയുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും സ്കൂളുകളിൽ കയറിയിട്ട് ഒരു 10% സ്കൂളുകളിൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വർക്ക് പോരാ, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശരിയാവുന്നില്ല, നിങ്ങളുടെ സ്മാർട്ട്നെസ്സിൻ്റെ കുറവാണ്, നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ഇത് എന്നൊക്കെ പറഞ്ഞാണ് ഇയാൾ ഈ സ്റ്റാഫിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറയുന്നതോടുകൂടി ഇവർ മടുക്കുന്നു, അവരുടെ എനർജി ലൂസാവുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഒരു 1-2 മാസം ജോലി ചെയ്തിട്ട് ഈ പരിപാടി നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഈ ബ്ലെയിമിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. 1-2 ആൾക്കാരൊക്കെ ഈ നിലക്ക് ബ്ലെയിം ചെയ്തു, അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, എന്നിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായി? ഒരു റിസൾട്ടും ഉണ്ടായില്ല. ഒരു റിസൾട്ടും ഉണ്ടായില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പണി അവസാനിപ്പിക്കണ്ടേ? അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് ഇരുന്നിട്ട് ഒരു ഡിഫറെൻറ്റ് സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്റ്റാഫിന് ഇത് കൺവേർഷനിലേക്ക് എത്തിക്കാൻ പറ്റാത്തത്? അവരനുഭവിക്കുന്ന ചലഞ്ച് എന്താണ് ഫീൽഡിൽ പോകുമ്പോൾ? അതൊന്ന് കേട്ടു നോക്കുന്നു. അത് കേട്ടു നോക്കുമ്പോൾ ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്കൂളുകളിൽ ഈ പുറത്തുനിന്നുള്ള ഏജൻസികളുടെ പരിപാടികൾ നടത്തുന്നതിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ചും ഗവൺമെൻറ് സ്കൂളുകളിൽ ഗവൺമെൻറ് തന്നെ പലതരത്തിലുള്ള പരിപാടികൾ നടപ്പിലാക്കുന്നുണ്ട്. അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു നിയന്ത്രണം അവിടെ ഉണ്ടായിരിക്കെ വീണ്ടും വീണ്ടും ആ തുറക്കാത്ത വാതിലിൽ മുട്ടുന്നത് എന്തിനാണ്? അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇയാൾ എന്നാൽ പിന്നെ വേറെ സ്ട്രാറ്റജി എന്താണെന്ന് ആലോചിക്കാൻ തുനിയുന്നത്. ഇത് ഈ ഫീൽഡിൽ പോകുന്ന സ്റ്റാഫിനോട് അവരനുഭവിക്കുന്ന ചലഞ്ച് എന്താണ്, അവരുടെ കൺസേൺ എന്താണെന്ന് അന്വേഷിക്കാൻ നിന്നപ്പോഴാണ് ഇത് മനസ്സിലായത്. ഈ കോൺവെർസേഷന് പുതിയ തലമുറ തയ്യാറാണ്. ഈ നിലക്കാണ് അവർ ഒരു ബോസിൻ്റെ അടുത്ത് നിന്നുള്ള പ്രതികരണത്തെ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു വലിയ മിസ്റ്റേക്ക് മുതിർന്ന തലമുറയിലെ ആളുകൾ ചെയ്യുന്നത്, സ്റ്റാഫിനെ എപ്പോഴും മൈക്രോ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള. ഈച്ച് ആൻഡ് എവറിത്തിങ്, എല്ലാ കാര്യങ്ങളിലും ഇവർ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, സെയിൽസിന് വേണ്ടിയിട്ട് ഫീൽഡിൽ പോകുന്ന സ്റ്റാഫിനെ ഒരു ഉച്ചയാകുമ്പോൾ ബോസ് വിളിക്കുകയാണ്. എന്തായി, ഇന്നത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തോ, എത്ര ഷോപ്പുകളിൽ കയറി, എത്ര സെയിൽ നടന്നു? ഉച്ചയാകുമ്പോഴേക്ക് വിളിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും വിളിക്കുകയാണ്, ഇന്നത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തോ. ആക്ച്വലി ഒരു വീക്കിലേക്കാണ് ടാർഗറ്റ് ഉള്ളത്, പക്ഷേ ഇയാൾ ഉച്ചയാകുമ്പോഴും വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എവിടെയാണുള്ളത്, എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ തലമുറക്ക് അത് സഹിക്കില്ല. അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവർക്ക് അവരുടെ ഫ്രീഡത്തിൽ വർക്ക് ചെയ്യാൻ. പുതിയ തലമുറ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്ന ഒരു കാര്യം ഫ്രീഡമാണ്. അവരുടെ ഫ്രീഡത്തിൽ അവരെ വർക്ക് ചെയ്യാൻ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ അവർ കുറേ കൂടെ പ്രൊഡക്റ്റീവ് ആവും. അപ്പോൾ നമ്മൾ മൈക്രോ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ എംപ്ലോയീസിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാതിരിക്കുകയാണ്. അവരുടെ കഴിവിലും അവരുടെ ആത്മാർത്ഥതയിലും നമ്മൾ വിശ്വസിക്കാതിരിക്കുകയാണ്. അവരെപ്പോഴും നമ്മളൊരു സംശയത്തിൻ്റെ നിഴലിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതവർക്ക് ഒട്ടും സഹിക്കുന്നുണ്ടാവില്ല. അവർ ആ ജോലി ഉപേക്ഷിച്ച് പോകും. അത്തരം ഒരു സ്പേസിൽ അവർ നിൽക്കാൻ തയ്യാറാവില്ല. അതിൽ എനിക്ക് തോന്നിയത് ഇവരുടെ കോസ്റ്റ്യൂമൊക്കെ ഒരു ഭയങ്കര ഘടകമാണ്. ഹെയർ സ്റ്റൈല്, ഷർട്ട് പാറ്റേണൊക്കെ നോക്കിയിട്ട് ഇവരൊരു ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവരും. ഇവൻ അത്ര അങ്ങോട്ട് പോരാ, അപ്പോൾ ഞാനിങ്ങനെ അവൻ്റെ പിന്നാലെ കൂടിയാൽ മാത്രമായിരിക്കും ഒരു പക്ഷേ ഇവൻ ഒന്ന് പെർഫോം ചെയ്യാൻ സാധ്യത ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവിടെ ആയിരിക്കും ആ ഒരു മൈക്രോ മാനേജ്മെൻറ്റിലേക്ക് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ നോക്കൂ, നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. നമ്മൾ ഒരു പുസ്തകത്തിൻ്റെ ചട്ട നോക്കിയിട്ട് പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ വിലയിരുത്തുക എന്ന് പറയുന്നത് പോലെ, ഈ പ്രായത്തിലുള്ള മനുഷ്യരെ നമ്മൾ വിലയിരുത്തുന്നത് അവരുടെ കോസ്റ്റ്യൂം, അവരുടെ ഹെയർ സ്റ്റൈൽ, ഇതൊക്കെ നോക്കിയിട്ട് അവരുടെ വ്യക്തിത്വം എങ്ങനെയാണെന്ന് നമ്മളങ്ങ് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി.
അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഒരു കൗമാരപ്രായക്കാരനായ ഒരു കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ, എന്താടാ നിനക്ക് ഈ നാട്ടിൽ ബാർബർ ഷോപ്പൊന്നുമില്ലേ, എന്താ നിൻ്റെ മുടി ഇങ്ങനെ, നിൻ്റെ ഷർട്ട് എന്താ ഇങ്ങനെ, നീ ആരുടെ ബാപ്പാൻ്റെ പാൻ്റാണോ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഈ ആളുടെ അപ്പിയറൻസിനെ വെച്ചിട്ടാണ് ഈ മനുഷ്യനെ തന്നെ വിലയിരുത്തുന്നത്. ഇതേ കാര്യം പുതിയ തലമുറയിലെ കുട്ടികൾ വരുമ്പോൾ അവരുടേതായ കോസ്റ്റ്യൂമിലും അവരുടേതായ ഫാഷനിലുമാണ് വരിക. കാരണം ആ രൂപത്തിൽ നിന്ന് കഴിഞ്ഞാലേ അവർ ഉൾക്കൊള്ളുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ബിലോങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ്റെ മുടി കണ്ടിട്ട്, അവൻ്റെ സ്റ്റൈല് കണ്ടിട്ട് ഇവന് ആത്മാർത്ഥതയുള്ള ആളാണോ, ഇവന് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളാണോ, ഇവന് ക്രിയേറ്റീവായ ആളാണോ എന്നൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ മനുഷ്യനെ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അവർ ഈ അഡളസൻ കുട്ടികൾ അല്ലെങ്കിൽ യൂത്ത് പലപ്പോഴും ഒഴിഞ്ഞു മാറുന്നത് ഇങ്ങനെയുള്ള തന്തവൈബുകളിൽ നിന്നാണ്. ഒന്ന് നോക്കൂ, ഈ ആറ്റിറ്റ്യൂഡിനെ വിളിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു പദം പോലും അവർ കണ്ടെത്തി കഴിഞ്ഞു, തന്തവൈബ്. എവിടെ തന്തവൈബ് അടിച്ചോ അവിടുന്ന് മാറണം എന്നാണ് അവർ കരുതുന്നത്. അപ്പോൾ ആ നിലക്കുള്ള ഒരു നോട്ടം, ആ നിലക്കുള്ള ഒരു സമീപനം, അങ്ങനെയുള്ളൊരു വർത്തമാനം നമ്മൾ പറയാൻ നിൽക്കുമ്പോഴേക്ക് പുതിയ തലമുറ അവിടുന്ന് ഓടിക്കളയും. പിന്നെ ഒരു ജഡ്ജ്മെന്റ് വരുന്നത് ഇവർ സോഷ്യലി കമ്മിറ്റഡ് അല്ല. അപ്പോൾ ഇവർക്ക് ഒന്നിനോടും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു, പക്ഷേ കമ്മിറ്റ്മെന്റ് നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് സ്പേസ് കൊടുത്താൽ അവർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാകുമെന്നുള്ളതാണ്. അബ്സല്യൂട്ട്ലി. ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് പുതിയ തലമുറയിൽ നിന്ന് നമ്മൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അമർ പറഞ്ഞ പോലെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് അവർക്ക് കാണിക്കാൻ പറ്റിയ എന്ത് സ്പേസാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മളെല്ലാ അർത്ഥത്തിലും അവരെങ്ങനെ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഒന്നും അവർക്ക് സ്വതന്ത്രമായി ചെയ്യാനുള്ള സ്പേസ് ഇല്ല, ജോലി സ്ഥലത്ത് പോലും ഇല്ല. എന്നിട്ട് പിന്നെ അവരെങ്ങനെ കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം എന്നാണ് പറയുന്നത്? മനുഷ്യനൊരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്കൊരു അവസരം കിട്ടണ്ടേ? അപ്പം അത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സ്പേസ് ആവുക, മുൻവിധി ഇല്ലാതെ അവരെ കാണാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ആ സ്പേസിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ഇവരെ ഈ മുൻവിധിയോട് കൂടി കാണുമ്പോൾ അവർക്ക് നമ്മൾ വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഡെഡ് ലൈനും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റും നമ്മൾ കൊടുക്കും. അവൻ കുറച്ച് പണിയെടുക്കട്ടെ എന്ന് കരുതിയിട്ട് അവർക്ക് മടുക്കും, അവർ വിട്ടേച്ച് പോകും. പഴയ തലമുറയിൽ എങ്ങനെയെങ്കിലും ഒരു ജോലിയിൽ നമ്മളുണ്ടല്ലോ, ആളുകൾ ഈ ജോലിയുടെ കഷ്ടപ്പാടൊക്കെ പറയുമ്പോൾ പഴയ തലമുറയിലുള്ള ആൾക്കാർ പറയുന്നത് എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചെന്നാ പറയാം. ഇങ്ങോട്ട് വന്നിട്ട് എന്താ, ആ ജോലി കളഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെയല്ല. പുതിയ തലമുറ കുറച്ചുകൂടെ വരുമാനം ഉണ്ടാക്കാനുള്ള പലതരത്തിലുള്ള മാർഗങ്ങളും അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ജോലിക്ക് പോകാതെ തന്നെ ഗിഗ് ഇക്കണോമി സ്റ്റൈലിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള വഴി അവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന എല്ലാ ടോർച്ചറും എല്ലാ ടോക്സിക് കൾച്ചറും സഫർ ചെയ്തുകൊണ്ട് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമല്ല. നമ്മുടെ നാട്ടിൽ വന്ന, നമ്മുടെ ഇക്കണോമിയിൽ വന്ന ഒരു മാറ്റമാണ്. ആ മാറ്റത്തോട് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. ഞാനിപ്പോൾ എറണാകുളത്ത് ഊബറിൽ യാത്ര ചെയ്തപ്പോൾ നിലമ്പൂരുള്ളൊരു പയ്യൻ ഉണ്ടായിരുന്ന ഡ്രൈവർ, ഒരു 22-24 വയസ്സിന് താഴെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഭയങ്കര നല്ല, അപ്പോൾ റേറ്റിംഗ് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇവരുടെ ഡ്രൈവിങ്ങിന് എല്ലാവരും 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കിട്ടും. അപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് നോക്കാമല്ലോ കുറിച്ച് പരിചയപ്പെട്ടു. മാരുതിയുടെ ഷോറൂമിൽ 4-5 വർഷം നിന്ന് ഒരു 2-3 ഇയേഴ്സ് കൂടെ നിന്നിരുന്നെങ്കിൽ മാനേജർ ലെവലിലേക്ക് പ്രൊമോഷൻ ആകുന്ന സമയത്ത് ആളവിടെ നിന്ന് കിട്ടിയതെന്ന് മാത്രമല്ല, ആളെ കിട്ടിയത് കാര്യം വീട്ടിലൊന്നും അറിയിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ അറിയിക്കാത്തത്? കാരണം വീട്ടിലത് പറയാൻ കഴിയില്ല, വീട്ടിൽ ജോബിൽ ഇങ്ങനെ ഷോറൂമിൽ തന്നെ ഞാൻ നിൽക്കണം എന്നുള്ളതാണ്. എന്നിട്ട് ആൾ ഊബർ എടുത്തു, വണ്ടി റെൻറ്റിനെടുത്ത് ഊബർ ഓടിക്കണം എറണാകുളത്ത്. ഊബർ ഓടിച്ചിട്ട് പിന്നെ അതിൽ എന്നോട് പറഞ്ഞ എന്താ സെൻറ്റൻസ് ഇപ്പം ഇതിനോട് എനിക്ക് കണക്ട് ചെയ്യാൻ തോന്നി. അതായത് ഇവിടെ ആകുമ്പോഴത്തേക്കും ഞാനാണ് എൻ്റെ ഡിസിഷൻ എടുക്കുന്നത്. എനിക്കിന്ന് ഡേ നൈറ്റ് ഓടണമെങ്കിൽ ഇന്ന് എനിക്ക് ഡേ നൈറ്റ് ഓടിയിട്ട് നാളെ മോർണിംഗിൽ എനിക്ക് റെസ്റ്റ് എടുക്കാം. എനിക്ക് റെസ്റ്റ് എടുത്തുകൊണ്ട് എന്നിട്ട് ആൾ അന്നത്തെ ദിവസത്തെ ഒരു ഇൻകം എനിക്ക് കാണിച്ചു തന്നത് അറൗണ്ട് ഒരു 4,000 റുപ്പീസ് ഒരു 6 to 7 hours കൊണ്ട് ഓടി ആൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നാളെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തു. അപ്പോൾ ഈ ചോയ്സും ഫ്രീഡവും സ്പേസൊക്കെ കിട്ടുമ്പോഴത്തേക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി ഡെഫിനറ്റ്ലി വർദ്ധിക്കാനുള്ളൂ. അപ്പോൾ അതൊരു പ്രശ്നമാണോ എന്നുള്ളതാണ്. ആളുകൾ അവരുടെ ചോയ്സിനെ പരിഗണിക്കുന്നത്, അവരുടെ ഫ്രീഡത്തിനെ അവർ വാല്യൂ ചെയ്യുന്നത് ഒരു പ്രശ്നമാണോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം. നമ്മൾ പലപ്പോഴും അവർക്ക് എന്താ പറയുക, ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ്, അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഈ ജോലി ഉപേക്ഷിക്കുന്നതെന്നൊക്കെ നമ്മൾ കരുതും. അങ്ങനെയല്ല. പുതിയ തലമുറ ഓട്ടോണമിയെ നല്ലോണം വാല്യൂ ചെയ്യുന്നുണ്ട്. എന്നെ ഹേർട്ട് ചെയ്യാനുള്ളൊരു അനുവാദം, എന്നെ ബുദ്ധിമുട്ടിക്കാനുള്ളൊരു അനുവാദം ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടതില്ല എന്നുള്ള നല്ല തിരിച്ചറിവ് അവിടെ ഉണ്ട്. ആക്ച്വലി അതൊരു വലിയ ക്വാളിറ്റിയാണ്. ഓട്ടോണമി ഉള്ള ഒരാളിൽ നിന്നേ ക്രിയേറ്റീവായ ഐഡിയ വരുള്ളൂ. സ്വന്തം ബുദ്ധിയും സ്വന്തം കഴിവുമൊക്കെ മറ്റൊരാളുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവച്ച ഒരാളിൽ നിന്ന് ക്രിയേറ്റീവായ ഐഡിയ എങ്ങനെയാണ് വരിക? അപ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റുന്ന,
തുറന്ന അഭിപ്രായങ്ങൾ പറയാൻ പറ്റുന്ന, ആരെയും ഭയപ്പെടാതെ ആലോചിക്കാൻ പറ്റുന്ന ഒരു എംപ്ലോയി നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളിൽ നിന്നാണ് ക്രിയേറ്റീവായ ഐഡിയാസ് വരിക. അയാളാണ് നമ്മളെ ബിസിനസ്സിനെ രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻസ് കൊണ്ടുവരിക. അങ്ങനെയുള്ള റിസോഴ്സസിനെ നമ്മൾ കളയുന്നത് കൊണ്ട്, അവരെ ഉൾക്കൊള്ളാൻ മാത്രം നമ്മളെ സ്പേസ് വളരാത്തത് കൊണ്ടാണ് നല്ല ജോലി ഉപേക്ഷിച്ചിട്ട് ആളുകൾ ഒരു ടാക്സി ഓടിച്ചിട്ട് ജീവിച്ചോളാം എന്ന് വെക്കുന്നത്. അതൊരു കാര്യം. രണ്ടാമത്തെ നോക്കൂ, എല്ലാ തൊഴിലിനെയും തുല്യമായി പരിഗണിക്കുന്ന രൂപത്തിലേക്ക്, എല്ലാറ്റിനെയും ഈക്വലി റെസ്പെക്റ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് പുതിയ തലമുറ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമല്ലേ ഒരു നല്ല വൈറ്റ് കോളർ ജോബ് ഉപേക്ഷിച്ചിട്ട് പോലും ഒരു ടാക്സി ഓടിക്കാമെന്നൊരാൾ കരുതുന്നത്. അപ്പം ആ നിലക്കുള്ളൊരു മാറ്റമാണ് പുതിയ തലമുറയിൽ ഉണ്ടാവുന്നത്. അതിനെ കാണാതിരുന്നു കഴിഞ്ഞാൽ നഷ്ടം ഇൻഡസ്ട്രിക്കാണ്. ATBC, Profit with Purpose, Prosperity for All.